നമസ്കാരം. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലിയെ മർദ്ദിച്ച് അവശനാക്കിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നാണ് വിവരം. കൊട്ടേഷൻ സംഘത്തിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് അലി മകൻ അയച്ച ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. കൊട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് സൂചന. കൊട്ടേഷൻ ഏറ്റെടുത്തത് കർണാടക കേന്ദ്രീകരിച്ചുള്ള മലയാളികളടങ്ങിയ ഗുണ്ടാ സംഘമാണെന്നാണ് വിലയിരുത്തൽ. സംഭവം ദുരൂഹമായി തുടരുകയാണ്. പ്രതികൾക്ക് ഒത്താശ ചെയ്തതിന്റെ പേരിൽ പനമണ്ണ സ്വദേശി അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ 3 പേർ കൂടി അകത്തായി. കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങാനെത്തിയ 3 പേരെ പോലീസ് കോടതി വളപ്പിൽ നിന്ന് പിടികൂടിയിരുന്നു. പനമണ്ണ ആറുപുഴ ഷാഹിൻ, അനങ്ങനടി ഓവിങ്കൽ നജിബുദ്ദീൻ, പനമണ്ണ ഇയമടക്കൽ ഫൈസൽ ബാബു എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ചാലിശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. വ്യവസായിയുടെ ബന്ധുക്കളെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തിരുന്നു. മുഹമ്മദ് അലിയുടെ യാത്രാ വിവരം അറിയുന്നവരെയും അത് കൊട്ടേഷൻ സംഘത്തിന് നൽകിയവരെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത്. തട്ടിക്കൊണ്ട് പോയവരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി വ്യാപക അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും ഒളിത്താവളങ്ങളിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് നാടകീയ കീഴടങ്ങൽ. കേരളത്തിലും വിദേശത്തും ആശുപത്രി ശൃംഖലകളുടെ ഉടമയും ഇന്റർനാഷണൽ സ്കൂളുകളുടെ ചെയർമാനുമായ മലപ്പുറം കാളികാവ് പൂങ്ങോട് സ്വദേശി VP മുഹമ്മദ് അലിയെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വൈകിട്ട് 6:30 ആറങ്ങോട്ടുകര കൊഴിക്കാട്ടിരി പാലത്തിന് സമീപം വാഹനം തടഞ്ഞ് തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. പോലീസിനെ കുത്തിയ കേസിലെ പ്രതി ഉൾപ്പെടെ കൊട്ടേഷൻ സംഘത്തിൽ ഉണ്ടെന്നാണ് വിവരം. കുടുംബസമേതം സൗദിയിൽ സ്ഥിരതാമസക്കാരനാണ് മുഹമ്മദ് അലി. സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കൊട്ടേഷൻ സംഘത്തിന്റെ പിടിയിലായതിനു ശേഷം വിദേശത്തുള്ള നമ്പറിലേക്ക് 70 കോടി നൽകണമെന്ന രീതിയിൽ മുഹമ്മദ് അലി ശബ്ദ സന്ദേശം അയച്ചിരുന്നു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള VP മുഹമ്മദ് അലിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജിദ്ദ നാഷണൽ ആശുപത്രി, റയാൻ മെഡിക്കൽ ഗ്രൂപ്പ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറാണ് VP മുഹമ്മദ് അലി. ജിദ്ദയിലേക്ക് പോകുന്നതിനായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് തട്ടിക്കൊണ്ടുപോയത്. ശനിയാഴ്ച വൈകിട്ട് 6:30 മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ ആറങ്ങോട്ടുകര കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് വെച്ചാണ് നാടകീയമായ സംഭവം അരങ്ങേറിയത്. വാഹനത്തെ പിന്തുടർന്നെത്തിയ ഇനോവ കാറിലുണ്ടായിരുന്ന അജ്ഞാത സംഘം വാഹനം തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി VP മുഹമ്മദ് അലിയെ സ്വന്തം കാറിൽ നിന്ന് ബലമായി ഇറക്കി അവരുടെ വാഹനത്തിൽ കയറ്റി അതിവേഗം കടന്നു കളയുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ കോതക്കുരിശിയിലുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കവെയാണ് രക്ഷപ്പെട്ടത്. സംഘം ഉറക്കത്തിലായ സമയം നോക്കി ഞായറാഴ്ച പുലർച്ചെയോടെ അദ്ദേഹം ഇറങ്ങിയോടി സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. സമീപത്തെ പള്ളിയിലാണ് അഭയം തേടിയത്.